അപ്പം നമ്മൾ ഇന്ന് പ്രഭാഷണ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മമാണ്. എന്താണ്? ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കേണ്ട ജീവിതം എപ്രകാരമാണ് ഒരു ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ, അല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പോൾ നമ്മളെല്ലാവരും പാലിക്കേണ്ട ചില മര്യാദകൾ, അച്ചടക്കങ്ങളൊക്കെ വളരെ വ്യക്തമായി ഭഗവാൻ ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മം വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഒരു തവണയെങ്കിലും അത് വായിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാവുന്നവർ കൈവക്കിക്കേ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരോ കൈകൾ പൊങ്ങുന്നുണ്ട്. പക്ഷേ അതുപോരാ. ഈ ഹോളിലിരിക്കുന്ന എല്ലാവരും ശ്രീനാരായണ ധർമ്മത്തെ പറ്റി കേൾക്കണം, പഠിക്കണം, പ്രചരിപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ കാണുന്നതാണ് ശ്രീനാരായണ ധർമ്മം. ഇത് കുറച്ച് ഒരു 12 വർഷം പഴക്കമുള്ളൊരു പുസ്തകമാണ്. ഇതെനിക്ക് ശിവഗിരി മഠത്തിൽ നിന്ന് ലഭിച്ച പുസ്തകമാണ്. 12 വർഷത്തിൻ്റെ ഒരു കവറിനൊക്കെ ഒരു മങ്ങലൊക്കെ ഉണ്ട്. ഇതാണ് ശ്രീനാരായണ ധർമ്മം. ഈ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും നമ്മൾ അവസാനം ആഗ്രഹിക്കുന്ന സായുജ്യം അഥവാ മോക്ഷം നമ്മളിലേക്ക് വന്നു ചേരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ നിരവധി പണം ഉണ്ടാക്കുന്നു, പ്രശസ്തരാകുന്നു, നമ്മൾ കുറേ അധ്വാനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി ലഭിക്കുക എന്നുള്ളതാണ്. മോക്ഷമാണ്. നമ്മുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുക, പരമാത്മാവിന് മോക്ഷം ലഭിക്കുക, അത് അറിവായി എങ്ങും നിറഞ്ഞു നിൽക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ പരമാത്മമായിട്ടുള്ള മോക്ഷപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഈശ്വര വിശ്വാസം കൂടിയേ തീരും. അപ്പോൾ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകം സംസ്കൃത രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഈ സംസ്കൃത രൂപത്തിലുള്ള ഗ്രന്ഥം രചിച്ചു തന്നിരിക്കുന്നത് ആത്മാനന്ദ സ്വാമികളാണ്. അപ്പോൾ നമുക്ക് സംസ്കൃതം ഒന്നും വായിച്ചാൽ മനസ്സിലാകത്തില്ല, അല്ലേ? സംസ്കൃതം വായിക്കാനോ അതിൻ്റെ അർത്ഥമൊന്നും വിവരിക്കാനോ ഒന്നും നമുക്ക് ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ തീർത്ഥര സ്വാമികൾ മലയാളത്തിലേക്ക് ഇതിനെ വിവർത്തനം ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മലയാള പുസ്തകമായിട്ടുള്ള ശ്രീനാരായണ ധർമ്മം എല്ലാവരും വീടുകളിൽ വാങ്ങിച്ചു വെക്കുക, വായിക്കുക. അതിലധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് ജീവിച്ച് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ തയ്യാറാണോ? എല്ലാവരും തയ്യാറാണ്, അല്ലേ? അപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിൽ 10 സർഗങ്ങളാണുള്ളത്. പ്രഥമ സർഗം, അതുപോലെ തന്നെ ദ്വിതീയ സർഗം, തൃതീയ സർഗം എന്നിവ തുടങ്ങി ദശമ സർഗത്തിൽ അവസാനിക്കുന്ന 10 സർഗങ്ങളാണ്, അഥവാ 10 അധ്യായങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിലുള്ളത്. ഇതിലൊരു ഗൃഹസ്ഥാശ്രമി ആചരിക്കേണ്ടത് 4-ാം സർഗം മുതൽ 9-ാം സർഗം വരെയാണ്. അപ്പം 4 മുതൽ 9 വരെയുള്ള സർഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമി എപ്രകാരം ജീവിക്കണമെന്നുള്ളത് വളരെ വ്യക്തമായി നാരായണ തീർത്ഥര സ്വാമികൾ നമുക്ക് പരിഭാഷ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട 3 കർമ്മങ്ങളുണ്ട്. അതിലൊന്ന് പഞ്ചശുദ്ധി, 2 പഞ്ചമഹായജ്ഞം, 3 പഞ്ചധർമ്മം. ഇത് 3 നിങ്ങൾ കേട്ടിട്ടുണ്ട്. പഞ്ചശുദ്ധി എന്ന് പറയുന്നത് 5 ശുദ്ധിയാണ്. നമ്മൾ ജീവിതത്തിൽ ഏറെ ആചരിക്കേണ്ട ഒരു വസ്തുതയാണ് ശുചിത്വം, അല്ലേ? ശുചിത്വം ഇല്ലാത്തവരെ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ ശുചിത്വം സത്യത്തിൽ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യത്തിൻ്റെ 1-ാമത്തെ ലക്ഷ്യം വിദ്യാഭ്യാസമാണെങ്കിൽ ഈശ്വര ആരാധനയ്ക്ക് 3-ാം സ്ഥാനം നൽകപ്പെട്ടുകൊണ്ട് 2-ാം സ്ഥാനമാണ് ഗുരു ശുചിത്വത്തിന് നൽകിയിരിക്കുന്നത്. അത്രയും പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസമുള്ളവന് ശുചിത്വം താനേ വന്നുകൊള്ളും, ശുചിത്വമുള്ളവൻ ഈശ്വരനെ താനേ വണങ്ങിക്കൊള്ളും, അല്ലേ? നമുക്കതറിയാം. അതുകൊണ്ട് പഞ്ചശുദ്ധി എന്ന് പറയുന്നത് 5 ശുദ്ധികളാണ്. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഈ 5 ശുദ്ധികൾ നമുക്ക് ഉണ്ടാവണം, അല്ലേ? ഭഗവാൻ ആദ്യമായിട്ട് രൂപം കൊടുത്ത ഒരു സംഘടനയുണ്ട്. ഏത് സംഘടനയാ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമല്ല, കുളിസംഘം. എന്താണ് കുളിസംഘം? കുളിസംഘം എന്ന് പറഞ്ഞാൽ എന്താ? കുളിക്കുന്നതിന് വേണ്ടിയുള്ള സംഘം. കൊള്ളാം, അല്ലേ? കുളിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംഘം. ഇതെന്തിനാ കുളിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ രൂപീകരിച്ചത്? പണ്ടുള്ളവർക്കൊന്നും വൃത്തിയില്ലായിരുന്നു. അവർ മാസത്തിൽ 1-2 തവണയെ കുളിക്കുകയുള്ളൂ. മാസത്തിൽ കുളിക്കുമോ എന്നറിയില്ല. അപ്പോൾ ആ അധ്വാനമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആളുകൾ പിന്നീട് ആളുകളെ കാണുമ്പോൾ അവർക്ക് വല്ലാതെ ദുർഗന്ധം ഉണ്ടാകും.
അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ വളരെ ദുർഗന്ധമായിരുന്നു. അപ്പോൾ തന്നെ ഗുരു മനസ്സിൽ വിചാരിച്ചു, ഇവരെ ആദ്യമേ കുളിക്കുവാൻ പഠിപ്പിക്കണം. അതിനുവേണ്ടി കുളിസംഘം രൂപീകരിച്ചു. കുളിസംഘം രൂപീകരിച്ച സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ തീർത്ഥര സ്വാമി, നമ്മുടെ കുറിച്ചി മഠാധിപതിയായിരുന്നു അദ്ദേഹം. കുറിച്ചി അദ്വൈത വിദ്യാശ്രമം നമുക്ക് വേണ്ടി രൂപീകരിച്ച് തന്നത് ശ്രീനാരായണ തീർത്ഥര സ്വാമിയാണ്. സ്വാമിയുടെ സമാധി മണ്ഡപം നമുക്ക് കുറിച്ചിയിൽ ചെന്നാൽ കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പാമ്പാടി സ്വാമി എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ തീർത്ഥര സ്വാമികൾ ഏതാണ്ടൊരു 130ഓളം കുളിസംഘങ്ങളൊക്കെ രൂപീകരിച്ചു. അപ്പോൾ ഈ കുളിസംഘങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ 2 നേരം കുളിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ശുചിത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ ഉള്ളിലേക്ക് നയിച്ചു കൊണ്ടുവരിക എന്നതിന് വേണ്ടിയാണ് ഗുരു ഈ കുളിസംഘത്തെ രൂപീകരിച്ചത്. പഞ്ചശുദ്ധിയുടെ 1ാമത് ശുദ്ധിയായിട്ടുള്ള ശരീരശുദ്ധിയുടെ പ്രധാനപ്പെട്ടത് കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊക്കെ 2-3 നേരമൊക്കെ കുളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴോ ഒക്കെ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂടുകയുള്ളൂ. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമുക്ക് കടന്നു പോകേണ്ട കാര്യമില്ല. എങ്കിലും ഗുരു പഞ്ചശുദ്ധിയിൽ 1ാമതായി സ്ഥാനം നൽകിയിരിക്കുന്നത് ഈ ശരീരശുദ്ധിക്ക് തന്നെയാണ്. നമുക്കറിയാം 1 മുതൽ 10 വരെ അധ്യായങ്ങൾ ഇതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട്, അതായത് അവൻ്റെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി കർമ്മങ്ങൾ വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അവൻ ജീവിതത്തിൽ ശീലിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായി ഗുരു നമുക്കിവിടെ കാട്ടിത്തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഇല്ലാത്തവന്, ഈശ്വരവിശ്വാസം ഇല്ലാത്തവന് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനമായ പൊരുളെന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലേക്ക്? എങ്ങനെയാ വന്നേ? ബസ് പിടിച്ചാണോ? അല്ല. കാറ് പിടിച്ചാണോ? അല്ല. പിന്നെ എങ്ങനെയാ വന്നേ? അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ. അപ്പോൾ ആ 10 മാസം ആ ഇരുട്ട് അറയ്ക്കുള്ളിൽ, ഓർമ്മയുണ്ടോ അതൊക്കെ? എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, നമുക്ക് ഓർമ്മയില്ല അല്ലേ? അപ്പോൾ 10 മാസം ആ ഇരുട്ടറയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞത്? ആരുണ്ടായിരുന്നു അവിടെ നമുക്ക് താങ്ങും തണലുമായി? ആരുമില്ല. താതൻ വളർത്തിയവനാണിവൻ ഇന്ന് അല്ലേ? അപ്പോൾ താതൻ നമ്മുടെ അച്ഛനാണ്, നമ്മുടെ പിതാവാണ്. ആര്? ഈശ്വരനാണ് നമ്മളെ വളർത്തിയത്. അപ്പോൾ ഈ ഈശ്വരൻ വളർത്തി വലുതാക്കി നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചുവിട്ട ആ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് 2 നേരവും പ്രാർത്ഥിക്കുക എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഗുരു നിരവധി കൃതികൾ നമുക്ക് വേണ്ടി രചിച്ച് തന്നിട്ടുണ്ട്. അതിൽ ചില കൃതികൾക്ക് മാത്രമേ ഫലശ്രുതിയുള്ളൂ. എന്തുള്ളൂ? ഫലശ്രുതി അല്ലേ? അതായത് പക്ഷേ ഈ ഫലശ്രുതി നമ്മൾ എന്തിനാണ് വെക്കുന്നത് ചോദിച്ചാൽ, ഒരു കൃതിയുടെ മുഴുവൻ അർത്ഥവും പൂർണ്ണ രൂപത്തിൽ ആ ഫലശ്രുതിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഭദ്രകാളിഷ്ടകം എന്ന് പറഞ്ഞൊരു കീർത്തനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭദ്രകാളിഷ്ടകം എന്ന് പറഞ്ഞ കൃതി ഉണ്ട്. അതിലെ ആ ഭദ്രകാളിഷ്ടകം എന്ന് പറയുന്ന ആ കൃതി മുഴുവനും നമുക്ക് എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഭദ്രകാളിഷ്ടകം ചൊല്ലുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 നേരവും നമ്മൾ പ്രാർത്ഥിക്കുക, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. രാവിലെ എണീക്കുമ്പോൾ രാവിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം, രാത്രിയിൽ സന്ധ്യാസമയത്ത് നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് നിരവധി കുടുംബ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാം. നമ്മുടെ രോഗങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമുക്ക് ഇവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് ഗുരു പറയുന്നുണ്ട്.